കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ഒരുപാട് ടൈപ്പ് ഓഫ് ഫോഴ്സുകളെ കുറിച്ച് പഠിച്ചു. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, മെക്കാനിക്കൽ ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, മാഗ്നറ്റിക് ഫോഴ്സ്, മസ്കുലാർ ഫോഴ്സ്, അങ്ങനെ ഒരുപാട് ഫോഴ്സുകളെ കുറിച്ച് പഠിച്ചു. ഇന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫോഴ്സിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് അഥവാ ഘർഷണബലം. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ജസ്റ്റ് അതിനെക്കുറിച്ചൊരു ഐഡിയ തരാം. ഒരു വസ്തുവിനെ മുകളിലൂടെ മറ്റൊരു വസ്തു നീങ്ങുമ്പോൾ ആ വസ്തുക്കളുടെ ചലനത്തെ തടസ്സപ്പെടുത്തുന്ന ഒരു ഫോഴ്സാണ് ഈ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. When a body moves or tends to move on the surface of another body, a force is experienced parallel to the surface which opposes the relative motion between them, and this is friction. അതായത് ഒരു പ്രതലം, ഒരു സർഫസ് മറ്റൊരു സർഫസിലൂടെ ചലിക്കുമ്പോഴോ അല്ലെങ്കിൽ ചലിക്കാൻ ശ്രമിക്കുമ്പോഴോ അവയുടെ ആ ഒരു ചലനത്തെ, ആ ഒരു മൂവ്മെൻറ്റിനെ ഒപ്പോസ് ചെയ്യുന്ന തരത്തിൽ, എതിർക്കുന്നതായിട്ടുള്ള തരത്തിൽ അവയ്ക്കിടയിലായിട്ട് ആ ഒരു സർഫസിനെ പാരലലായിട്ട് ഒരു ഫോഴ്സ് അനുഭവപ്പെടുന്നുണ്ട്. ആ ഒരു ഫോഴ്സിനെയാണ് ഫ്രിക്ഷൻ എന്ന് പറയാം. ഇതതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡെഫിനേഷനാണ്. When a body moves or tends to move on the surface of another body, a force is experienced parallel to the surface which opposes the relative motion between them. അതായത് വസ്തുക്കൾ തമ്മിൽ എല്ലാ സമ്പർക്ക ചലനങ്ങളിലും അവയ്ക്കിടയിലുള്ള ആ ഒരു ഒപ്പോസിങ് ഫോഴ്സ് എന്ന് പറയുന്നത് ഒരുപോലെ ആയിരിക്കില്ല അവർക്ക് അനുഭവപ്പെടുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ഫ്രിക്ഷൻ എന്ന് പറയുന്നതിൻ്റെ എക്സാമ്പിളായിട്ട് രണ്ടെണ്ണമാണ് കൊടുത്തിരിക്കുന്നത്. റബ്ബിങ് ബോത്ത് ഹാൻഡ്സ് ടുഗദർ ടു ക്രിയേറ്റ് ഹീറ്റ്. നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി രണ്ട് കൈകളും കൂട്ടിയുരസുക. അവിടെ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ ഡ്രൈവിങ് എ കാർ അക്രോസ് ദ റോഡ് സർഫസ്. ഒരു കാർ, അതിൻ്റെ ടയർ ഒരു റോഡിലൂടെ റോൾ ചെയ്ത് പോകുന്ന സമയത്ത് ആ കാറിൻ്റെ ടയറിനും റോഡിനും ഇടയിലായിട്ട് ഒരു ഫോഴ്സ് ഉണ്ട്, ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രിക്ഷണൽ ഫോഴ്സുകളുണ്ട്. റോളിംഗ് ഫ്രിക്ഷൻ, സ്ലൈഡിംഗ് ഫ്രിക്ഷൻ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, കൈനറ്റിക് ഫ്രിക്ഷൻ, അങ്ങനെ ഒരുപാടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ, റോളിംഗ് ഫ്രിക്ഷനും സ്ലൈഡിംഗ് ഫ്രിക്ഷനും. അപ്പോൾ ആദ്യം എന്താണ് റോളിംഗ് ഫ്രിക്ഷൻ എന്ന് നോക്കാം. When a body rolls over the surface of another body, the force of friction which originates is rolling friction. ഒരു വസ്തു മറ്റൊരു വസ്തുവിന് മുകളിലൂടെ ഉരുട്ടി നീക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഒരു ഫ്രിക്ഷൻ, അതാണ് റോളിംഗ് ഫ്രിക്ഷൻ. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കാറിൻ്റെ ടയർ റോഡിലൂടെ ഉരുണ്ടിട്ടാണ് പോകുന്നുണ്ടായിരിക്കുക അല്ലേ. അപ്പോൾ അങ്ങനെ ആ ഒരു വസ്തു റോഡ് എന്ന് പറയുന്ന വസ്തുവിൻ്റെ മുകളിലൂടെ ഉരുട്ടി നീക്കുമ്പോൾ അവയ്ക്കിടയിൽ അനുഭവപ്പെടുന്ന ഒരു ഫ്രിക്ഷൻ, അതാണ് റോളിംഗ് ഫ്രിക്ഷൻ. ഇനി സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് when a body slides on the surface of another body, the force of friction which originates is sliding friction. ഒരു വസ്തു മറ്റൊരു വസ്തുവിന് മുകളിലൂടെ നിരക്കി നീക്കുമ്പോൾ, സ്ലൈഡ് ചെയ്തു പോകുമ്പോൾ അനുഭവപ്പെടുന്ന ഒരു ബലമാണ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മൾ രണ്ട് കൈകളും കൂട്ടി ഉരസി ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ആ ഒരു സമയത്ത് ഒരു കൈയുടെ മുകളിലൂടെ അല്ലെങ്കിൽ ഒരു കൈയിലൂടെ മറ്റൊരു കൈ നിരക്കി നീക്കുകയാണ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഒരു എക്സാമ്പിളാണ് അതെന്ന് പറയുന്നത്. അടുത്തത് ഐസിലൂടെ അല്ലെങ്കിൽ സ്നോയിലൂടെ സ്ലൈഡിങ് കണ്ടിട്ടുണ്ടായിരിക്കും, നിരങ്ങി നീങ്ങിപ്പോണത്. ആ ഒരു ടൈപ്പ് ഒരു വിനോദം എന്ന് പറയാം. അവിടെയും ഈ ഒരു സ്ലൈഡിംഗ് ഫ്രിക്ഷനാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്, നിരങ്ങൽ, ഘർഷണം. അപ്പോൾ എപ്പോഴും റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഈസ് ലെസ് ദാൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. റോളിംഗ് ഫ്രിക്ഷൻ സ്ലൈഡിംഗ് ഫ്രിക്ഷനേക്കാളും എപ്പോഴും കുറവായിരിക്കും. ഇനി അടുത്തൊരു പോയിൻ്റ് എന്ന് പറയുന്നത്, ഈ വെഹിക്കിൾസിലൊക്കെ തന്നെ വാഹനങ്ങളിൽ ചക്രങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഫ്രിക്ഷൻ എന്താണെന്നുള്ളത് മനസ്സിലായി കാണും. രണ്ട് ടൈപ്പ് ഫ്രിക്ഷനുകളാണുള്ളത്, റോളിംഗ് ആൻഡ് സ്ലൈഡിംഗ്, ആൻഡ് അതിൻ്റെ എക്സാമ്പിളുകൾ. അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഫ്രിക്ഷൻ.
ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾക്ക് നടക്കാൻ സഹായിക്കുന്നത് ഫ്രിക്ഷനാണ്. അതുമാത്രമല്ല, ഒരു സ്ലൈഡിങ് ഫ്രിക്ഷൻ എന്നുള്ളതിൻ്റെ എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ പറയാം. ഒരു പേപ്പറിൽ പേന കൊണ്ടോ പെൻസിൽ കൊണ്ടോ എഴുതാൻ പറ്റുന്നത് ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ടാണ്, അനുഭവപ്പെടുന്നത് കൊണ്ടാണ്. പിന്നെ നേരത്തെ പറഞ്ഞ എക്സാമ്പിളുകൾ, ഒരു കാർ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കാറിൻ്റെ ടയർ റോഡിലൂടെ ഉരുണ്ട് നീങ്ങുന്നത്, അതേപോലെ തന്നെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ 2 കൈകളും റബ്ബ് ചെയ്യുന്നത്. വേറൊരു എക്സാമ്പിളാണ്, ഭൂമിയിലെത്തുന്നതിന് മുമ്പേ തന്നെ അറ്റ്മോസ്ഫിയറിൽ വെച്ച് ആസ്റ്ററോയിഡ്സ് ബേൺഡായി പോകുന്നുണ്ട്. അതും ഈ ഒരു ഫ്രിക്ഷൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ടാണ് പറയുന്നത്. പിന്നെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്, ഫ്രിക്ഷൻ നോയ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് കൂടുതലും മെഷീനുകളിലാണ് കാണുന്നുണ്ടായിരിക്കുക. ഫ്രിക്ഷൻ കാരണം നോയ്സ് ഉണ്ടാകും. പിന്നെ ഫ്രിക്ഷൻ എനർജി വേസ്റ്റേജിന് കാരണമാവുന്നുണ്ട്. അതായത് ഫ്രിക്ഷൻ കാരണം എനർജി വേസ്റ്റായി പോകുന്നത് ഹീറ്റിൻ്റെ ഫോമിലായിരിക്കും, ഹീറ്റ് എനർജി ആയിട്ടായിരിക്കും. പിന്നെ എപ്പോഴും ഈ ഫ്രിക്ഷൻ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനെ അതിനനുഭവപ്പെടുന്ന ആ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഓവർകം ചെയ്യാനായിട്ടൊരു എനർജി ഉപയോഗിക്കേണ്ടതായിട്ട് വരും, തുടർന്നും ചലിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും ഒരു ഫ്രിക്ഷൻ്റെ ഡിസഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഫോറസ്റ്റ് ഫയേഴ്സിന് കാരണമാവുന്നത് ട്രീസിൻ്റെ ബ്രാഞ്ചസ് തമ്മിൽ ഒരു ഉരസൽ നടക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ അവയ്ക്കിടയിലൊരു ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ടാണെന്നാണ് പറയുന്നത്. ഇനിയുമുണ്ട് ഒരുപാട് നമുക്ക് ഫ്രിക്ഷൻ ഗുണകരമായിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. ഇപ്പോൾ യന്ത്രങ്ങൾ, മെഷീനുകൾ തേയ്മാനം സംഭവിക്കുന്നത്, അതുമാത്രമല്ല വാഹനങ്ങളിലെ ടയർ തേഞ്ഞ് തീരുന്നത്, പിന്നെ ഇന്ധനനഷ്ടം ഉണ്ടാവുന്നത്, വസ്തുക്കളെ പിടിക്കാൻ സാധിക്കുന്നത്, അതൊക്കെ തന്നെ. എല്ലാത്തിനും റീസൺ എന്ന് പറയുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. അടുത്തതാണ് മെത്തേഡ്സ് അഡോപ്റ്റഡ് ടു റെഡ്യൂസ് ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ ഒരുപാട് ഡിസഡ്വാൻറ്റേജസ് ഉണ്ടെന്ന് പറഞ്ഞു. മെഷീനുകൾക്കൊക്കെ തേയ്മാനം സംഭവിക്കുന്നുണ്ട്, ആൻഡ് എനർജി വേസ്റ്റായി പോകുന്നുണ്ട്. ആ ഫ്രിക്ഷൻ ഓവർകം ചെയ്യാനായിട്ട് ഒരു എനർജി ഉപയോഗിക്കേണ്ടതായി വരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ഫ്രിക്ഷൻ എന്ന് പറയുന്ന ആ ഒരു ഫോഴ്സ്, ഫ്രിക്ഷണൽ ഫോഴ്സ് റെഡ്യൂസ് ചെയ്യാൻ ഒരുപാട് മെത്തേഡുകളുണ്ട്. അതിലൊന്നാണ് ലൂബ്രിക്കൻറ്റ് യൂസ് ചെയ്യുക. അപ്പോൾ ലൂബ്രിക്കൻറ്റ് യൂസ് ചെയ്യുമ്പോൾ മെറ്റീരിയൽസ് യൂസ് ടു റെഡ്യൂസ് ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ആണ് ലൂബ്രിക്കൻസ്. അപ്പോൾ നമുക്കറിയുന്ന ലൂബ്രിക്കൻസ് ആണ് കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ, എണ്ണ. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ അത് ഉപയോഗിച്ചിട്ടുള്ള സന്ദർഭം സൈക്കിൾ ചക്രത്തിൻ്റെ ആക്സിലിലെ എണ്ണ ഇടാൻ വേണ്ടിയിട്ട്. അതൊരു ലൂബ്രിക്കൻ്റ് ആയിട്ടാണ് കോക്കനട്ട് ഓയിൽ അവിടെ ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. അതേപോലെ തന്നെയാണ് ഗ്രാഫൈറ്റ് ഒരു ടൈപ്പ് ഓഫ് സോളിഡ് ലൂബ്രിക്കൻ്റ് ആണ്. പിന്നെ വാഹനങ്ങളിൽ ഘർഷണം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ചക്രങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. അടുത്തതാണ് ലൂബ്രിക്കൻ്റ് എന്നുള്ളതിൻ്റെ മലയാളം ടേം സ്നേഹകങ്ങൾ എന്നാണ് പറയുക. ഈ ഒരു ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഏതൊരു വസ്തുവിനെയും ലൂബ്രിക്കൻ്റ് എന്നാണ് നമ്മൾ പറയുക. പിന്നെ ഈ കിണറ്റിൽ നിന്നൊക്കെ വെള്ളം കോരാൻ ഉപയോഗിക്കുന്ന കപ്പിയിൽ ചില സമയങ്ങളിൽ എണ്ണ ഇടുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും. അതൊക്കെ അവിടെ ലൂബ്രിക്കൻ്റ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി, അല്ലെങ്കിൽ ലൂബ്രിക്കൻ്റ് എന്ന് പറയുന്ന വസ്തുക്കളാണ് ഉപയോഗിക്കാറുള്ളത്. എണ്ണയൊക്കെ ഉപയോഗിച്ചിട്ട് ഫ്രിക്ഷൻ കുറയ്ക്കുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും കപ്പിയിലൊക്കെ വെള്ളം കോരുമ്പോൾ. അതേപോലെ തന്നെ വെഹിക്കിൾസിൻ്റെ തന്നെ ചലിക്കുന്ന ഭാഗങ്ങളിൽ എണ്ണയോ ഗ്രീസോ ഒക്കെ ഇടുന്നതും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണിതെല്ലാം. അതൊക്കെ തന്നെ നമ്മൾ ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മാർഗ്ഗങ്ങളാണ്, അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന മാർഗ്ഗങ്ങളാണ് ലൂബ്രിക്കൻസ് യൂസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ലൂബ്രിക്കൻസ് യൂസ് ചെയ്യുന്ന കുറച്ച് സന്ദർഭങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് സർഫസുകൾ പോളിഷ് ചെയ്യുക. അല്ലെങ്കിൽ ഈ ഒരു ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടി വസ്തുക്കളുടെ ആകൃതി രൂപപ്പെടുത്തുക. അതും വേറൊരു മെത്തേഡാണ്. അടുത്തൊരു മെത്തേഡാണ് ബെയറിങ്സ് യൂസ് ചെയ്യുക. ബെയറിങ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. കൂടുതലും മെഷീൻസിലാണ് അത്തരത്തിൽ
ബെയറിങ്സ് ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഈ ബെയറിങ്സ് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു. ആ ബെയറിങ്സ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ അവിടെ ഉപയോഗിക്കുന്നതായിട്ടുള്ള ഒരു തത്വം എന്ന് പറയുന്നത് റോളിംഗ് ഫ്രിക്ഷൻ എപ്പോഴും സ്ലൈഡിംഗ് ഫ്രിക്ഷനേക്കാളും കുറവാണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റോളിംഗ് ഫ്രിക്ഷൻ ഈസ് ലെസ് ദാൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. ആ ഒരു പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ബെയറിങ്സ് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടായിരിക്കുക മെഷീനുകളിലൊക്കെ. നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് നീഡിൽ ബെയറിങ്ങും ബോൾ ബെയറിങ്ങിൻ്റെയും 2 പിക്ചേഴ്സും. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ബെയറിങ്സ് മെഷീനിൽ യൂസ് ചെയ്തിട്ടുള്ളത് യന്ത്രങ്ങളിൽ. അപ്പോൾ അവിടെ ഇത്തരത്തിലുള്ളൊരു പ്രിൻസിപ്പിളാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കുക. റോളിംഗ് ഫ്രിക്ഷൻ എപ്പോഴും സ്ലൈഡിംഗ് ഫ്രിക്ഷനേക്കാളും കുറവായിരിക്കും. അപ്പോൾ ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ലൂബ്രിക്കൻസിനെ യൂസ് ചെയ്യാം. ലൂബ്രിക്കൻസായി നമ്മൾ ഉപയോഗിക്കുന്നത് സാധാരണ കോക്കനട്ട് ഓയിൽ, ഗ്രീസ് അതൊക്കെ ആയിരിക്കും. പിന്നെയുള്ള ഒരു മെത്തേഡാണ് സർഫസുകളെ പോളിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രിക്ഷൻ കുറയും. അതേപോലെ തന്നെ ആകൃതിയിൽ മാറ്റം വരുത്തുക, വസ്തുക്കളുടെ ആകൃതി രൂപപ്പെടുത്തുക ഫ്രിക്ഷൻ കുറയ്ക്കത്തക്ക വിധത്തിൽ. അതിനെ സ്ട്രീം ലൈനിങ് എന്നാണ് പറയുക. ധാരാരഹിതമാക്കൽ എന്നൊക്കെ പറയും, സ്ട്രീം ലൈനിങ്. ആ ഒരു മെത്തേഡും യൂസ് ചെയ്യാം. മെഷീനുകളിലൊക്കെ ബെയറിങ്സ് യൂസ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു ഫ്രിക്ഷൻ കുറയ്ക്കുന്നുണ്ടായിരിക്കുക. അടുത്ത ടോപ്പിക്കാണ് ത്രസ്റ്റ് ആൻഡ് പ്രഷർ. പ്രഷർ എന്ന് പറയുമ്പോൾ മർദ്ദം, ത്രസ്റ്റ് എന്ന് പറയുമ്പോൾ വ്യാപക മർദ്ദം. അപ്പോൾ ആദ്യം ത്രസ്റ്റ് എന്താണെന്നുള്ളത് നോക്കാം. The total normal force experienced by a surface is thrust. ഒരു ടൈപ്പ് ഓഫ് ഫോഴ്സാണ് ത്രസ്റ്റ് എന്ന് പറയുന്നത്, വ്യാപക മർദ്ദം എന്ന് പറയും. അതായത് ഒരു സർഫസിന് അനുഭവപ്പെടുന്നതായിട്ടുള്ള ആകെ ബലം, അതാണ് ത്രസ്റ്റ് എന്ന് പറയുന്നത്. ഒരു പ്രതലത്തിലെ, ഒരു സർഫസിലെ അനുഭവപ്പെടുന്ന ആകെ ബലം ആണ് ത്രസ്റ്റ്. എന്നാൽ അതിൻ്റെ യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ആകെ ബലം ഈ ഒരു ത്രസ്റ്റിൽ നിന്ന് ടോട്ടലി വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ത്രസ്റ്റ് എന്താണെന്നുള്ളത് മനസ്സിലായി. ദ ടോട്ടൽ നോർമൽ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ സർഫസ് ആണ് ത്രസ്റ്റ്. ഒരു പ്രതലത്തിൽ അനുഭവപ്പെടുന്ന ആകെ ബലം. ഇനി അടുത്തത് ത്രസ്റ്റ് പെർ യൂണിറ്റ് ഏരിയ ആണ് പ്രഷർ. ഒരു യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ആകെ ബലമാണ് പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ത്രസ്റ്റ് എന്ന് പറയുന്നത് ആ ഒരു പ്രതലത്തിൽ ലംബമായിട്ടായിരിക്കും അനുഭവപ്പെടുന്നുണ്ടായിരിക്കുക. അടുത്തത് പ്രഷർ എന്താണെന്നുള്ളത് പറഞ്ഞു. ത്രസ്റ്റ് പെർ യൂണിറ്റ് ഏരിയ ആണ് പ്രഷർ. അപ്പോൾ പ്രഷറിനെ കുറിച്ചാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. ത്രസ്റ്റ് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. പ്രഷറാണ് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാനുള്ളത്. അപ്പോൾ പ്രഷർ എങ്ങനെ കണ്ടെത്താം? ത്രസ്റ്റ് ബൈ ഏരിയ, അതായത് വ്യാപക മർദ്ദം ഡിവൈഡഡ് ബൈ പരപ്പളവ്, ആ ഒരു പ്രതലത്തിൻ്റെ ഏരിയ, ആ ഒരു സർഫസിൻ്റെ, അതാണ് പ്രഷർ കണ്ടുപിടിക്കാനുള്ള വഴി. ഇനി അതിൻ്റെ യൂണിറ്റ്, പ്രഷറിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആയിരിക്കും. ന്യൂട്ടൺ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ഫോഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം പ്രഷറിനെ. പിന്നെ ഏരിയ ആണ്, ആ ഒരു ത്രസ്റ്റും ഏരിയയും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്രഷർ കണ്ടുപിടിക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് അത്തരത്തിലുള്ളൊരു യൂണിറ്റ് വന്നിട്ടുള്ളത്, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ആൻഡ് ആ ഒരു യൂണിറ്റിനെ പറയുന്ന വേറൊരു പേരാണ് പാസ്കൽ. പാസ്കൽ എന്നുള്ള ആ ഒരു യൂണിറ്റ് ബ്ലേസ് പാസ്കൽ എന്ന് പറയുന്ന ഗണിതശാസ്ത്രത്തിലും ഊർജ്ജതന്ത്രത്തിലും, അതായത് മാത്തമാറ്റിക്സിലും ഫിസിക്സിലും ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരാളായിരുന്നു ബ്ലേസ് പാസ്കൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ബഹുമാനാർത്ഥമാണ് ഈ ഒരു പ്രഷറിന് പാസ്കൽ എന്നുള്ള യൂണിറ്റ് നൽകിയിരിക്കുന്നത്. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്നുമുണ്ട്, ആൻഡ് അതിനെ പാസ്കൽ എന്നാണ് അറിയപ്പെടുന്നത് ആ ഒരു യൂണിറ്റ്. അപ്പോൾ എന്താണ് ത്രസ്റ്റും പ്രഷറും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും.
ആൻഡ് അതിൽ നമ്മൾ പ്രഷറിനെ കുറിച്ചിട്ടാണ് ഡീറ്റെയിൽഡായിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം കൂടിയും പറയാം. വൈൽ അപ്ലൈയിങ് എ ഗിവൻ ഫോഴ്സ് പ്രഷർ ഡിക്രീസസ് വെൻ ദ ഏരിയ ഓഫ് സർഫസ് ഓഫ് കോണ്ടാക്റ്റ് ഇൻക്രീസസ്. അതായത് നമ്മൾ ഒരു പ്രതലത്തിലായിട്ട് ഒരു നിശ്ചിത ബലം പ്രയോഗിക്കുകയാണ്. അങ്ങനെ ഒരു ബലം പ്രയോഗിക്കുന്ന സമയത്ത് അവിടെ പ്രഷർ കുറയും. എന്നാൽ നേരെ മറിച്ച് ഏരിയ ഓഫ് സർഫസ് കൂടുന്ന സമയത്ത് പ്രഷർ കുറയും. അത് നമുക്ക് ആ ഒരു ഇക്വേഷനിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. കാരണം പ്രഷർ ഈസ് ഈക്വൽ ടു ത്രസ്റ്റ് ബൈ ഏരിയ എന്നാണ്. അതായത് പ്രഷർ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രഷർ എപ്പോഴായിരിക്കും കൂടുന്നുണ്ടായിരിക്കുക? ഏരിയ കുറയുമ്പോഴായിരിക്കും. എന്നാൽ ഏരിയ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പ്രഷർ കുറയുന്നുണ്ടായിരിക്കും. ഏരിയ കുറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ കൂടും, ഏരിയ കൂടിക്കഴിഞ്ഞാൽ പ്രഷർ കുറയും. രണ്ടും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്, പ്രഷറും ഏരിയയും. അതാണ് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു കാര്യം. ഏരിയ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രഷർ കുറയും, ഏരിയ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രഷർ കൂടും. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യമേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക, ഒരു ആണിയിൽ കിടക്കുന്നതിനേക്കാളും എളുപ്പത്തിൽ ഒരു ആണി നിറയെ ഇട്ടിട്ടുള്ള കിടക്കയിൽ കിടക്കാം. അത് എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ആണിയേക്കാളും കൂടുതൽ എന്തായാലും ഏരിയ ഒരുപാട് ആണികൾ വെച്ച സ്ഥലത്തിനുണ്ടായിരിക്കും, ഒരുപാട് ആണികൾ വെച്ചിരിക്കുന്ന സമയത്ത്. അപ്പോൾ അവിടെ ഏരിയ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? പ്രഷർ കുറയുന്നുണ്ടായിരിക്കും. അതുകൊണ്ടാണ് പ്രഷർ കുറയെന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് കുത്തിക്കയറുക, ആ ഒരു അവസ്ഥ അവിടെ എന്ത് ചെയ്യും? കുറയും. അതുകൊണ്ടാണ് ആ ഒരു കോണ്ടെക്സ്റ്റ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കുക. ഇനി അടുത്തത്, ഇത്തരത്തിലുള്ള ഈ ഒരു പ്രിൻസിപ്പിൾ ഉപയോഗപ്പെടുത്തുന്നതായിട്ടുള്ള ഒരുപാട് സന്ദർഭങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിലുണ്ട്. അതിൽ 4 എണ്ണത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആദ്യത്തേതാണ് കൺസ്ട്രക്റ്റിംഗ് എ നൈഫ് വിത്ത് എ ഷാർപ്പ് എഡ്ജ്. ഇനി നമ്മുടെ നിത്യജീവിതത്തിൽ ഇത്തരത്തിലുള്ള ഈ ഒരു പ്രിൻസിപ്പൽ ഉപയോഗിക്കുന്നതായിട്ടുള്ള ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. അതിലെ ഒരു സന്ദർഭമാണ് കൺസ്ട്രക്റ്റിംഗ് എ നൈഫ് വിത്ത് എ ഷാർപ്പ് എഡ്ജ്. അതെന്തുകൊണ്ടായിരിക്കാം? അതായത് അവിടെ ഷാർപ്പ് എഡ്ജ് വരിക എന്ന് പറയുമ്പോൾ ഏരിയ കുറയാണ്. ഏരിയ കുറയുന്ന സമയത്ത് പ്രഷർ എന്തായാലും കൂടും ആ ഒരു ഷാർപ്പ് സർഫസിൽ. അപ്പോൾ ഹൈ പ്രഷർ വരുന്ന സമയത്ത് ആ ഒരു കത്തിക്ക് ഹൈ പ്രഷറാണെന്ന് പറഞ്ഞു, ഏരിയ കുറവാണ്, ഷാർപ്പ് എഡ്ജായ കാരണം ഏരിയ കുറയുമ്പോൾ പ്രഷർ കൂടും. അപ്പോൾ ഹൈ പ്രഷർ ഉള്ളത് കാരണം തന്നെ ആ ഒരു നൈഫിന് ഇപ്പോൾ മരത്തിലൂടെയോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് മെറ്റീരിയലിലൂടെയോ ഒക്കെ തന്നെ ഈസിലി പിയേഴ്സ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും നൈഫുകളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഷാർപ്പ് എഡ്ജസ് ഉപയോഗിക്കുന്നത്. ഏരിയ കുറയുമ്പോൾ പ്രഷർ കൂടും, ഈസിലി എല്ലാ വസ്തുക്കളിലൂടെയും പിയേഴ്സ് ചെയ്തിട്ട് പോകാനായിട്ട് പറ്റും കത്തിക്ക്. അപ്പോൾ അത് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. ഇനി അടുത്തത് കൺസ്ട്രക്റ്റിംഗ് ബിൽഡിങ്സ് വിത്ത് വൈഡർ ബേസ്മെൻറ്റ്സ്. എന്തുകൊണ്ടാണെന്നുള്ളത് നോക്കാം. അതായത് ബോട്ടം ഏരിയ ഭയങ്കര വൈഡറായിട്ടിരിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? പ്രഷർ, ഈ ബിൽഡിങ്സ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ, ഏരിയ കൂടുന്നതിനനുസരിച്ചിട്ട് പ്രഷർ കുറയും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബോട്ടം ഏരിയ ബിൽഡിങ്സിൻ്റെ ഹയർ ആയിരിക്കുന്ന അല്ലെങ്കിൽ വൈഡർ ആയിരിക്കുന്ന സമയത്ത് പ്രഷർ, ഈ ബിൽഡിങ്സ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ, ഗ്രൗണ്ടിലേക്ക് എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ കുറവായിരിക്കും, ഓട്ടോമാറ്റിക്കലി അത് കുറഞ്ഞിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ബിൽഡിങ്സ് വൈഡർ ബേസ്മെൻറ്റ്സിൽ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. അടുത്തൊരു സന്ദർഭമാണ് കണക്റ്റിംഗ് ദ വീൽസ് ഓഫ് ടാങ്ക്സ് ആൻഡ് അതർ സച്ച് വെഹിക്കിൾസ് യൂസിങ് വൈഡ് ചെയിൻസ്. നിങ്ങൾ ആർമിയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ഒരു പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുമുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നത് എന്നാണ് നോക്കാനുള്ളത്.
വൈഡ് ചെയിൻസ് യൂസ് ചെയ്തിട്ടായിരിക്കും അവിടെ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ പ്രഷർ എപ്പോഴും ഏരിയയോട് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. അതായത് ഏരിയ അവിടെ കൂടി, വൈഡ് ചെയിൻസ് യൂസ് ചെയ്യുമ്പോൾ ഏരിയ അവിടെ കൂടുമ്പോൾ പ്രഷർ കുറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഈ വെഹിക്കിളിനെ സ്മൂത്തായിട്ട് ഗ്രൗണ്ടിലൂടെ, ആ ഒരു സർഫസിലൂടെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള വൈഡ് ചെയിൻസ് അല്ലെങ്കിൽ വൈഡ് ബെൽറ്റുകൾ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഇനി അടുത്തൊരു സന്ദർഭമാണ് മേക്കിംഗ് എ സ്വിങ് നീഡിൽ വിത്ത് എ ഷാർപ്പ് ടിപ്പ്. ഇതും നമ്മൾ നേരത്തെ നൈഫിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു, അതും സിമിലർ തന്നെയാണ്. അതായത് നമുക്കറിയാം നീഡിലിൻ്റെ പോയിൻറ്റഡ് എൻഡിൽ ഏരിയ കുറവായിരിക്കും. ഏരിയ കുറയുമ്പോൾ പ്രഷർ കൂടും. സോ തുണികളിലൂടെയൊക്കെ തന്നെ ആ ഒരു നീഡിലിനെ ഷാർപ്പായിട്ട് പിയേഴ്സ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് എപ്പോഴും നീഡിലിൻ്റെ എൻഡ് പോയിൻറ്റഡ് ആയിട്ട് ഉണ്ടായിരിക്കുക. അതായത് ഏരിയ കുറച്ച് പ്രഷർ കൂട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സോളിഡുകൾക്കിടയിലുള്ള പ്രഷറാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഖരവസ്തുക്കൾക്ക് മാത്രമാണോ ഒരു പ്രഷർ, അല്ലെങ്കിൽ ഖരവസ്തുക്കൾ മാത്രമാണോ പ്രഷർ പ്രയോഗിക്കുന്നുണ്ടായിരിക്കുക, മർദ്ദം? അതാണ് ഇനി നമ്മൾ നോക്കാൻ